പത്തനംതിട്ടയിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് പഴക്കം ചെന്ന, അതായത് അസ്ഥികൂടം, ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ജസ്ന കേസുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ജസ്നയുടെ തിരോധാനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പറയാൻ പറ്റില്ല. ജസ്ന കേസിൽ നമുക്കൊരിക്കലും കൃത്യമായൊരു കാര്യം പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ CBIക്ക് പോലും ഉത്തരം നൽകാൻ പറ്റാത്ത ഒരു കേസാണ് ഇത്. ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്ന കാണാതായതിൻ്റെ ഏതാണ്ട് 20 കിലോമീറ്ററിലധികം വരും ഈ ഒരു സ്ഥലത്തേക്ക്. അത് കൂനംകര എന്ന് പറയുന്ന അവിടെയാണ്, ഒരു റബ്ബർ തോട്ടത്തിനുള്ളിലാണ് ഇത് കണ്ടെത്തിയത്. ഈ സ്ഥലം റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാലും ഇത് വർഷങ്ങളായി അവിടെ ആരും പോകാറില്ല. റബ്ബർ വെട്ടുകയോ ഒന്നുമില്ലാതെ കിടക്കുന്ന, വർഷങ്ങളായി അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൂനംകരയിലെ ഈ വലിയ റബ്ബർ തോട്ടം. അതങ്ങനെ വെറുതെ അവിടെ കിടക്കുകയാണ്. അവിടെ ജനവാസ മേഖലയുമല്ല, അവിടെ ആരും പോകാറുമില്ല. അപ്പോൾ അവിടുത്തെ ആ മേഖലയിലെ വാർഡ് മെമ്പറുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഇത് എങ്ങനെ വന്നു എന്ന് അവർക്ക് പോലും മനസ്സിലാകുന്നില്ല. ആ മേഖലയിൽ നിന്ന് അങ്ങനെ ഇപ്പം ഈ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ റബ്ബർ തോട്ടം ഇന്നലെ വൈകുന്നേരം അവിടെ ഈ മരം മുറിച്ചു മാറ്റുന്നതിൻ്റെ ഭാഗമായി അവിടെ തൊഴിലാളികൾ എത്തി ഇന്നലെ. അപ്പോൾ അവരിൽ ഒരാളാണ് ഈ തലയോട്ടി ആദ്യം കണ്ടെത്തുന്നത്. തലയോട്ടിയാണ്. ആ തലയോട്ടി കണ്ടെത്തിയ ശേഷം അവർ ഇത് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് ഇന്നലെ വൈകുന്നേരം ആയതുകൊണ്ട് ഇന്നലെ ഒരു പരിശോധന പോലീസ് നടത്തിയില്ല. ഇന്ന് പോലീസ് ആ റബ്ബർ തോട്ടം, പെരുന്നാട് പോലീസ് ആ റബ്ബർ തോട്ടം അരിച്ചു പറക്കി. അപ്പോൾ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഫോറൻസിക്കിൽ അയച്ചിരിക്കുകയാണ്. അവരിപ്പോൾ അയച്ചിട്ടുണ്ട്. അതിന് കാലപ്പഴക്കം കണ്ടെത്തി. ഇനിയിപ്പോൾ കാലപ്പഴക്കം കണ്ടെത്തണം, സ്ത്രീയാണോ പുരുഷനാണോ എന്ന് കണ്ടെത്തണം. അതിനുശേഷമേ ഈ ജസ്ന കേസുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ആ മേഖലയിൽ നിന്ന് ആരും മിസ്സിംഗ് അല്ല. അങ്ങനൊരു ഇത് വരേണ്ട സാഹചര്യമില്ല എന്നാണ് ആ വാർഡ് മെമ്പർ പറയുന്നത്. ഇപ്പോൾ FSLലേക്ക് അയച്ചിട്ടുണ്ട്. FSL വരുമ്പോഴുള്ള കാര്യം, FSL ഇനി കാലങ്ങളെടുക്കും. FSLൽ കൊണ്ടുവെക്കുന്ന സാധനത്തിൻ്റെ റിസൾട്ട് വരാൻ കാലങ്ങളെടുക്കും. അതുകൊണ്ടാണ് കലയുടേതെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് പോലും ഇതുവരെ അവർക്ക് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ആകുമെന്നൊക്കെയാണ് മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതൊന്നും ആവില്ല. FSLൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും കുറേ കാലങ്ങളെടുത്ത് അത് ശരിയായി മറുപടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഭരതന്നൂരിൽ സംഭവത്തിൽ ആ കുട്ടിയുടേത് ഏതാണ്ട് 4 വർഷത്തിന് ശേഷമാണ് ആ കുട്ടിയുടെ മരണകാരണത്തെക്കുറിച്ച് FSL റിപ്പോർട്ട് കൊടുത്തത്. അത്രയും സമയം അവിടെ ഈ കാര്യത്തിൽ ചിലവാകും, കാലതാമസമുണ്ട്. ഇത് ഒരു സ്ത്രീയുടേതാണെങ്കിൽ അതിൽ ജസ്നയുമായി ബന്ധമുണ്ടോ, ജസ്ന കേസുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടി വരും. കാരണം ആ മേഖലയിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു യുവതിയുടേതാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ മേഖലയിൽ നിന്ന് കാണാതായ ഒരാൾ ജസ്നയാണ്. തിരോധാനം എന്ന് പറയുന്നത് പൂർണ്ണമായും എവിടെ പോയി, വാനിഷായി പോകുന്നൊക്കെ പറയില്ല, അതുപോലെ ഇതുവരെ അതിന് കണ്ടെത്താൻ ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. 2018 മാർച്ച് 22-ാം തീയതിയാണ് ഈ ജസ്നയെ അവിടെ നിന്നും വെച്ചൂച്ചിറയിൽ നിന്നും കാണാതാകുന്നത്. ഈ കുട്ടി ഇടുക്കിയിലേക്ക് പോയി. മുണ്ടക്കയം വരെ, എരുമേലി വരെ പോയതിൻ്റെ തെളിവ്, ഈ കുട്ടി എത്തിയതിൻ്റെ തെളിവുണ്ട്. എരുമേലി വരെ പോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നുകൂടാന്നില്ലല്ലോ. അതെ, എരുമേലി വരെ എത്തിയതിന് ശേഷം ഇപ്പോൾ ഈ കേസ്, ജസ്നയുടെ കേസ് നിലവിൽ CJM കോടതി, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം CBI ഇതിപ്പോൾ പുനരന്വേഷിക്കുകയാണ്. CBI കഴിഞ്ഞ മാസം കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തായിരുന്നു. ജസ്ന എവിടെ പോയെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ജസ്നയെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ ഈ അന്വേഷണത്തിലെ വീഴ്ച മൂലമാണ് ഈ കേസ് ഇത്രത്തോളം അട്ടിമറിച്ച് പോകാനുള്ള കാരണം എന്നൊക്കെ കാണിച്ച് CJM കോടതിയിൽ CBI കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന് പിന്നാലെ ജസ്നയുടെ പിതാവ് ജെയിംസ്, അദ്ദേഹം കൊണ്ടുപോയി ഒരു മുദ്രവച്ച എനിക്ക് കുറച്ച് കാര്യങ്ങൾ കോടതിയെ അറിയിക്കാനുണ്ട്, CBIയുടെ അന്വേഷണം, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും CBI അന്വേഷിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വന്ന് കോടതിയിൽ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അത് എന്താണ് ആധികാരികമായി അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനൊരു ഏജൻസിയെ വെച്ച് ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ ഈ കുട്ടിയുടെ മറ്റൊരു സുഹൃത്ത്, ഈ ക്ലാസ്മേറ്റ് അല്ലാത്ത ഒരാളെ സംശയിക്കുന്നുണ്ട്, ഒരു സുഹൃത്തിനെ, അദ്ദേഹം അല്ലാതെ മറ്റൊരാളാണ് ഈ കുട്ടി അപകടപ്പെടാനുള്ള കാരണം, അതിന് വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞു മുദ്രവെച്ച കവറിൽ കോടതിയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ആ കോടതിയിൽ കൊണ്ടുവന്ന് മുദ്രവെച്ച് കവറിൽ കൊണ്ടുവന്ന് കൊടുത്ത സാധനം കോടതി പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞു
ഇത് പുനരന്വേഷിക്കണം. അപ്പോൾ കോടതിക്ക് എന്തോ കാര്യമായ അതിൽ സംശയം വന്നു. അതുകൊണ്ടാണ് ഇത് പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ് CBIയുടെ ഉദ്യോഗസ്ഥർക്ക് അത് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് പ്രകാരം ഇക്കഴിഞ്ഞ മെയ് മാസം മുതൽ ഇക്കഴിഞ്ഞ ജൂൺ മുതൽ ജസ്ന കേസ് ഇവിടെ പുനരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 30 കിലോമീറ്റർ ചുറ്റളവിൽ, അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ 30 കിലോമീറ്റർ ചുറ്റളവിലെ ഈ മിസ്സിംഗ് കേസുകൾ എടുക്കുമ്പോൾ അതിൽ പ്രധാനമായും വരാൻ പോകുന്നത് ജസ്നയാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ FSL കൊണ്ട് ചെല്ലുമ്പോൾ അവർ പരിശോധിച്ച ശേഷം പറയുന്നു ഇത് ഒരു സ്ത്രീയുടേതാണ് എന്ന സംശയം പറയുകയാണെങ്കിൽ, സംശയമല്ല, FSL കൃത്യമായി പറയും സ്ത്രീയാണോ പുരുഷനാണോ എന്ന കാര്യം പിന്നെ പറയും. അതുപോലെ തന്നെ DNA പരിശോധിച്ച് കണ്ടെത്താനും സാധിക്കുമല്ലോ. DNA പരിശോധനയൊക്കെ ഇക്കാര്യത്തിൽ നടത്താൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്ന പ്രകാരം അവരുടെ സംശയം ഇത് സ്ത്രീയുടേതാണോ എന്നാണ്. അവർ എങ്ങനെ അത് പറഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല. അത് കാലങ്ങളായി മൃതശരീരവും മൃതദേഹ ഭാഗങ്ങളും അസ്ഥികൂടവും ഒക്കെ കണ്ട ഉദ്യോഗസ്ഥർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇത് എന്താ പറയുക, ശാസ്ത്രീയമായ പരിശോധന ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് ഇങ്ങനെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതുമായി അടുത്തങ്ങ് സഹകരിച്ച് പോകുന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥർ, ഫോറൻസിക്കിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് സ്ത്രീയാണോ പുരുഷനാണെന്നൊക്കെ നോക്കി പറയാൻ പറ്റും. അവരുടെ സംശയം സ്ത്രീയുടേതാണ് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഈ വാർത്ത ഇപ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് പരിശോധിച്ച് വരുമ്പോൾ ഇത് ആധികാരികമായി ശാസ്ത്രീയമായ ഒരു സ്ത്രീയുടേതാണെന്ന് പറയുകയും റിപ്പോർട്ട് വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചൂണ്ടുവരൽ പോകുക ജസ്നയിലേക്കാണ്. അതോടുകൂടി ഈ സംഭവം എന്താ പറയുക, ഇത് ഇളകി മറിയാൻ പോവുകയാണ് ഈ സംഭവം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു വശമാണ്, ഒരു സ്ത്രീയുടേതാണെങ്കിൽ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ഒരു സ്ത്രീയുടേതാണെങ്കിൽ, കാരണം എങ്ങനെയാ മൃതശരീരഭാഗം ഈ പറയുന്ന അസ്ഥികൂടം അവിടെ എത്തി എന്നുള്ളത് വലിയൊരു സംശയമാണ്. ഇതുവരെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഒരു തിരോധാനത്തിന് ചുരുളഴിയുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും അവസ്ഥ. ഇത് ഇടുക്കിയിൽ പോയി, ഇടുക്കിയിലെ കാടും മേടും ഒക്കെ തന്നെ ഈ ഇവര് ഫോറസ്റ്റും അതുപോലെ തന്നെ പോലീസും ഒക്കെ സംയുക്തമായി അരിച്ചു പറക്കിയതാണ് ആ ഇടുക്കി മേഖല മൊത്തം. മുണ്ടക്കയം, എരുമേലി, കുട്ടിക്കാനം, ഇവിടെ എല്ലാം അരിച്ചു പറക്കി വരും. മാക്സിമം എല്ലാ ഏരിയയിലും ഒരു അരിച്ചു പറക്കി. എന്തിനു വേണ്ടി? ഇവരുടെ വീട് വരെ കുത്തിപ്പൊളിച്ചില്ലേ പോലീസ്. ഇവരുടെ വീട് വരെ ക്രൈംബ്രാഞ്ച് പോയി കുത്തിപ്പൊളിച്ചു നോക്കി. എന്നിട്ട് പോലും കിട്ടാത്ത ഒരു കേസിലാണ് ഇപ്പോൾ ഏതാണ്ട് കുറച്ച് കിലോമീറ്ററുകൾ മാത്രം അകലെ ഒരു റബ്ബർ തോട്ടത്തിൽ സ്ത്രീയുടേത് എന്ന് ഉദ്യോഗസ്ഥർക്ക് തന്നെ സംശയം തോന്നിയ ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഒരുപക്ഷെ ഇത് നാളെ മാറിയേക്കാം. അത് സ്ത്രീയുടേതല്ല, ശാസ്ത്രീയമായി പരിശോധിച്ചൊരു പുരുഷൻ്റേതാണെങ്കിൽ അത് മറ്റൊരു ഡയമെൻഷൻ ഈ കാര്യത്തിൽ അപ്പോഴും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം അവിടുത്തെ വാർഡ് മെമ്പറിന്റെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആ സ്ഥലത്ത് അടക്കം നടന്നിട്ടില്ല, ആരെയും അടക്കം നടത്തിയിട്ടില്ല. പിന്നെ ഈ കിട്ടിയിരിക്കുന്ന സാധനത്തിന് വലിയ പഴക്കമില്ല. ഏതാണ്ട് അറൗണ്ട് ഒരു 5 കൊല്ലത്തോളം ആ ഒരു പഴക്കത്തിലുള്ള സാധനമാണ് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഈ റബ്ബർ തോട്ടം ഏതാണ്ട് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുകയുമാണ്. അവിടെ അപ്പോൾ അടക്കം നടന്ന സ്ഥലമാണെങ്കിൽ ഒരുപക്ഷെ എന്താ പറയുക, ഈ കുഴിയൊക്കെ എടുക്കുമ്പോൾ ഈ പറയുന്ന അസ്ഥികൂടമൊക്കെ പുറത്തു വന്നിരിക്കാം. നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വസ്തു മേടിച്ച് വീട് വെക്കാൻ ശ്രമിക്കുമ്പോൾ കുഴിയെടുക്കുമ്പോൾ ഇതൊക്കെ കണ്ടെത്തിയിട്ട് പിന്നെ പൂജയൊക്കെ നടത്താറുണ്ട് ചിലർ പിടിച്ചിട്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരെങ്കിലുമൊക്കെ അടക്കം ചെയ്തതായിരിക്കും. പക്ഷെ ഇത് അടക്കം ചെയ്തതല്ല. ഇതല്ലാതെ പല ഭാഗങ്ങളിലായി ഇതിങ്ങനെ പൊഴിഞ്ഞ് പല ഭാഗങ്ങളിലായിട്ട് കിടക്കുകയാണ്. പല സ്ഥലങ്ങളിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് തലയോട്ട് കിട്ടി, ഇന്ന് രാവിലെ അവർക്ക് തുടയിൽ കിട്ടി, കൈ കിട്ടി. അതുപോലെ ഭാഗങ്ങളെല്ലാം പല ചിന്നി ചിതറി കിടക്കണം. പല സ്ഥലങ്ങളിലായി വാരി വിതറിയിരിക്കുന്ന പോലെ കിടക്കുകയാണ്. അതെല്ലാം കൂടി വാരി അവർ ശേഖരിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഈ ഫോറൻസിക് അവരുടെ കാഴ്ചയിൽ അവർ പറയുന്നത് ഏതാണ്ട് അറൗണ്ട് ഒരു 5 കൊല്ലം ഇതിന് പഴക്കം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അതായത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമൊന്നും ഈ സാധനത്തിന് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഞെട്ടും, കേരളം ഞെട്ടും. അതെ.